പലർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ് മെൻസ്ട്രൽ സൈക്കിൾസ് ഇറഗുലർ ആണ്, പീരീഡ് സമയത്ത് ഹെവി ബ്ലീഡിംഗ് ആണ്, പെയിൻ കൂടുതലാണ്, ഇങ്ങനെ പല ഇഷ്യൂസും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? പീരീഡ്സിന്റെ നോർമൽ ഡ്യൂറേഷൻ എല്ലാവരും വിചാരിച്ചിരുന്നത് 28 ഡേയ്സ് അല്ല. ചിലർക്ക് ഒരാഴ്ച മുമ്പേ ഒരാഴ്ച ശേഷവും അതായത് 21 ദിവസം മുതൽ 35 ദിവസത്തിനകമാണ് നിങ്ങളുടെ പീരീഡ്സ് വരുന്നതെങ്കിൽ അത് റെഗുലർ ആയിട്ട് തന്നെ കണക്കാക്കാം. അതായത് ചിലർക്ക് പീരീഡ്സ് എല്ലാം 24 ഡേയ്സിലായിരിക്കും വരുന്നത്, ചിലർക്ക് 32 ഡേയ്സ് ആയിരിക്കും. ഇതെല്ലാം റെഗുലർ സൈക്കിൾസ് തന്നെയാണ്. എന്നാൽ പീരീഡ്സ് 21 ദിവസത്തിന് മുമ്പാണ് വരുന്നത്, അല്ലെങ്കിൽ 35 ദിവസത്തിന് ശേഷമാണ് വരുന്നത്, ചിലപ്പോൾ 1-2 മാസം ഇടവിട്ടാണ് വരുന്നത്, അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ തന്നെ ചില നോർമലി ഉള്ള സമയത്ത് തന്നെ പീരീഡ്സ് റെഗുലർ ആവാറുണ്ട്. ഉദാഹരണമായി പീരീഡ്സ് ആദ്യമായി തുടങ്ങി 1-2 വർഷം പീരീഡ് കുറച്ച് റെഗുലർ ആയിരിക്കും. അത് നമ്മുടെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് ഇമ്മച്വർ ആയിരിക്കും പീരീഡ്സ് തുടങ്ങുന്ന സമയത്ത്. അപ്പൊ അത് മെച്യൂർ ആവാൻ 1-2 വർഷം എടുക്കും. ആ സമയത്ത് ഒരു ഇറഗുലാരിറ്റി വരുവാണെങ്കിൽ, അതായത് പീരീഡ്സ് 1-2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലാണ് വരുന്നതെങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മെനോപോസ് അടുപ്പിച്ച്, അതായത് പീരീഡ്സ് നിൽക്കുന്ന ആർത്തവ വിരാമത്തിന് അടുപ്പിച്ചുള്ള ഒരു 3-4 വർഷവും പീരീഡ്സ് റെഗുലർ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഈ സമയമൊന്നും ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ വേറൊരു സമയമാണ് ലാക്ടേഷൻ, അതായത് കുഞ്ഞിന് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തും പീരീഡ്സ് റെഗുലർ ആയി കാണാറുണ്ട്. ആ ഒരു ആദ്യത്തെ ഒരു വർഷം കുറച്ച് റെഗുലാരിറ്റി വന്നേക്കാം.